ഹലോ ഹായ് വെൽക്കം ബാക്ക്. നമ്മൾ +1 ഗ്രാമറിലേക്ക് വരുമ്പോൾ ഒരുപാട് പുതിയ കാര്യങ്ങളൊന്നും നമ്മളിവിടെ പഠിക്കുന്നില്ല. പക്ഷേ നമുക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ കൊഹിസീവ് ഡിവൈസ് എന്ന് പറയുന്നത്. നമ്മൾ പേര് കേൾക്കുമ്പോൾ കുറച്ച് ഫെമിലിയർ അല്ലാത്ത പോലെ തോന്നുകയാണെങ്കിലും വളരെ സിമ്പിളാണ്. നമ്മൾ ഒട്ടിച്ച് ചേർക്കാൻ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ 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 വേർഡ്സുകളാണ് കൊഹിസീവ് ഡിവൈസുകൾ എന്ന് പറയുന്നത്. നമ്മളൊരു വലിയ സെന്റൻസ് വിചാരിക്കട്ടോ, അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്, പാർട്ട് എ അല്ലെങ്കിൽ പാർട്ട് ബി. ഈ പാർട്ട് എയും പാർട്ട് ബിയും കൂട്ടിച്ചേർക്കാൻ ഒട്ടിച്ച് ചേർക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ കൺജങ്ഷൻസ്, കണക്റ്റീവ്സ് അല്ലെങ്കിൽ പ്രോനൗൺസ്, ഇതിനെയാണ് നമ്മൾ കൊഹിസീവ് ഡിവൈസുകൾ എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് ഞാൻ ഇതിനൊരു 7 ടൈപ്പ് ആക്കി മാറ്റിയിട്ടുണ്ട്. കൊഹിസീവ് ഡിവൈസുകൾ 7 ടൈപ്പ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല, ഇഷ്ടംപോലെ ടൈപ്പ് ഓഫ് കൊഹിസീവ് ഡിവൈസുകളുണ്ട്. പക്ഷേ നമുക്ക് സാധാരണഗതിയിൽ എക്സാമിനോട് ചോദിക്കാറുള്ള, നമ്മളോട് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു കൊഹിസീവ് ഡിവൈസുകളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഒരു 7 ടൈപ്പ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകണം. ഇതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കാരണം കാണിച്ചുകൊണ്ടുള്ള, റീസൺ വെച്ചിട്ട് നമ്മൾ ഒരു സെന്റൻസിന്റെ രണ്ട് ഭാഗങ്ങളെ കണക്ട് ചെയ്യുമ്പോഴാണ് ഒന്നാമത്തെ ടൈപ്പ് ആവുന്നത്. റീസൺ വെച്ചിട്ട് ഇതിന് നമുക്ക് ബിക്കോസ് ഓഫ് യൂസ് ചെയ്യാം, ഡ്യൂ ടു യൂസ് ചെയ്യാം, സിൻസ്, ആസ് എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിൾ പിടിച്ചോ. ഹി വാസ് വെരി സ്ട്രോങ് സിൻസ് ഹി യൂസ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ഹെൽത്ത് വെരി വെൽ. പുള്ളിക്കാരൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ എ പാർട്ട്. ഇനി ബി പാർട്ട് എന്താ? ഹി യൂസ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ഹെൽത്ത് വെരി വെൽ. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഒന്നിന്റെ കാരണം കൊണ്ടാണ് മറ്റേത് സംഭവിക്കുന്നത് അല്ലെ. ഹി ഈസ് വെരി സ്ട്രോങ്. അവൻ സ്ട്രോങ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താ? അവന്റെ ഹെൽത്ത് ടേക്ക് കെയർ എന്നുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ സിൻസ് യൂസ് ചെയ്തത് കാരണം കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. ഇതിന് ബിക്കോസ് ഓഫ് യൂസ് ചെയ്യാം, ഡ്യൂ ടു യൂസ് ചെയ്യാം, ആസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട്. ഒരു എ എന്ന് പറഞ്ഞ സംഭവം നടന്നു. ആ എ നടന്നുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് ആയിട്ട് തന്നെ ബി നടന്നു. ഫോർ എക്സാമ്പിൾ നോക്കിയോ, ഇതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ് സോ, ആസ് എ റിസൾട്ട്, therefore എന്നൊക്കെ പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കോ. ഷീ forgot her umbrella and therefore got wet in the rain. ഇവിടെ എ എന്ന് പറഞ്ഞ ഭാഗം നടന്നു. ഷീ forgot her umbrella. എ ആണ് നടന്നത്. എ നടന്നത് കാരണം അതിന്റെ റിസൾട്ട് ആയിട്ട്, അതിന്റെ ഔട്ട്കം ആയിട്ട് എന്ത് നടന്നു? ബി നടന്നു. അവള് മഴ നനഞ്ഞു അല്ലെ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്തതാണ് therefore എന്ന് പറയുന്നതാണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നീലയിൽ കൊടുക്കാം. therefore ആണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ള കൊഹിസീവ് ഡിവൈസ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് പർപ്പസ് ആണ്. എന്തിനു വേണ്ടി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നമുക്ക് ഇൻ ഓർഡർ ടു യൂസ് ചെയ്യാം, സോ ദാറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ നോക്കിയോ. ഐ വർക്ക്ഡ് ഹാർഡ്. ഞാൻ നല്ലപോലെ പണിയെടുത്തു. എന്തിനു വേണ്ടിയിട്ടാ? ഇൻ ഓർഡർ ടു ക്രാക്ക് ദി എക്സാം. ഇൻ ഓർഡർ ടു നമ്മൾ യൂസ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാ? അതിന്റെ പർപ്പസ്, എന്തിനാണ് ഇത്രയും പണിയെടുത്തത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ പർപ്പസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൊഹിസീവ് ഡിവൈസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നാലാമത്തത് കോൺട്രാസ്റ്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺട്രാസ്റ്റ് കാണിക്കുന്നത് നമ്മളൊരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഈവൻ തോ യൂസ് ചെയ്യാം, ബട്ട് യൂസ് ചെയ്യാം, ഹൗ എവർ യൂസ് ചെയ്യാം, യെറ്റ്, ഓൾത്തോ യൂസ് ചെയ്യാം, സ്റ്റിൽ യൂസ് ചെയ്യാം, നെവർദലെസ് യൂസ് ചെയ്യാം. ഒരുപാട് കോൺട്രാസ്റ്റ് കാണിക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കിയോ. ഹി ലവ്സ് പ്ലേയിങ് സോക്കർ. അവന് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. ഹൗ എവർ, എന്നിരുന്നാലും എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നിരുന്നാലും ഇവിടെ ഒരു വ്യത്യാസം കാണിക്കുക. സ്റ്റേറ്റ്മെന്റ് നമ്പർ എ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു, അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് നമ്പർ ബിയിൽ പറയുന്നത്. ഹൗ എവർ ഹി ഡസൻ എൻജോയ് വാച്ചിങ് ഇറ്റ് ഓൺ ടി വി. അത് ടി വിയിൽ കാണാൻ പുള്ളിക്കാരൻ അത്ര ഇഷ്ടമൊന്നുമല്ല എന്ന് പറയുന്നതാണ് സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നതാണ്. ഒരു കാര്യം നമ്മൾ പറഞ്ഞു, സ്റ്റേറ്റ്മെന്റ് നമ്പർ എ അല്ലെങ്കിൽ സെന്റൻസ് നമ്പർ എ നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വ്യത്യാസപ്പെട്ട് കിടക്കുന്ന ഒരു സാധനമാണ് സെന്റൻസ് നമ്പർ 2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെന്റൻസ് നമ്പർ ബി എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഷീ എക്സ്പെക്ടഡ് ദ മൂവി ടു ബി ബോറിംഗ്. അവൾ വിചാരിച്ചത് എന്താ? സിനിമ ഭയങ്കര ബോറിംഗ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ എ പാർട്ട് എന്ന് പറയുന്നത്. അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് പാർട്ട് നമ്പർ ബി എന്ന് പറയുന്നത്. ബട്ട് ഓൺ ദ കോൺട്രറി എന്ന് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അതിൽ നിന്നും വിരുദ്ധമായിട്ട്, അല്ലെങ്കിൽ ആ പറഞ്ഞതിന് വിരുദ്ധമായിട്ട്, ആ പറഞ്ഞതിൽ നിന്ന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം നടന്നത്. ഇറ്റ് വാസ് ക്വൈറ്റ് എന്റർടൈനിങ്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് എന്തായിരുന്നു? അത് വളരെ എന്റർടൈനിങ് ആയിരുന്നു എന്ന് പറയുന്നതാണ് നമ്മുടെ അഞ്ചാമത്തെ ടൈപ്പ്. ആറാമത്തെ ടൈപ്പ് ആഡിങ് ആണ്. നമ്മൾ ഒരു കാര്യം പറഞ്ഞു, നമ്മളൊരു പാർട്ട് എ പറഞ്ഞു, ഒരു സെന്റൻസിന്റെ പാർട്ട് എ പറഞ്ഞു, അതിന്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂട്ടിച്ചേർക്കാനാണ് നമ്മൾ ഈ തരം ആഡിങ് എന്ന് പറയുന്ന നമ്മൾ കൊഹിസീവ് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ മോർ ഓവർ നമുക്ക് യൂസ് ചെയ്യാം, ആൻഡ് യൂസ് ചെയ്യാം, ഇൻ അഡീഷൻ ടു യൂസ് ചെയ്യാം, ഓൾസോ യൂസ് ചെയ്യാം, ടു യൂസ് ചെയ്യാം, ഫർദർ മോർ യൂസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കൊഹിസീവ് ഡിവൈസുകളാണ്. ഫോർ എക്സാമ്പിൾ, ദ വെദർ വാസ് സണ്ണി അല്ലെ. ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല വെളിച്ചമൊക്കെ ഉള്ള, നല്ല വെയിലൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയായിരുന്നു. മോർ ഓവർ, അതിലുപരിയായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കൂട്ടിച്ചേർക്കാണ്
അതിൽ കൂട്ടിച്ചേർക്കാണ്. ഇറ്റ് വാസ് പ്ലസന്റ്ലി വാം ഔട്ട്സൈഡ്. പുറത്ത് എന്താണ്, വാം ആണെന്ന് പറയുന്നുണ്ട്. പുറത്ത് ഒരു ഇളം ഒരു ചൂടൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതിലുപരിയായി അല്ലെ, നമ്മൾ എ എന്ന് പറഞ്ഞ ഒരു ഭാഗം പറഞ്ഞു, അതിനോട് കൂട്ടിച്ചേർക്കാനാണ്, അല്ലെ ബി എന്ന് പറഞ്ഞ ഭാഗം അതിനോട് കൂട്ടിച്ചേർക്കാനാണ് നമ്മൾ മോർ ഓവർ എന്ന് പറയുന്ന ഒരു കൊഹീസീവ് ഡിവൈസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏഴാമത്തെ ഭാഗം എന്ന് പറയുന്നത് കമ്പയർ ചെയ്യാനാണ്. എ എന്നൊരു സാധനം പറഞ്ഞു, അതിൽ നിന്ന് അതിനെ കമ്പയർ ചെയ്യാണ് നമ്മൾ ബി വെച്ചിട്ട്. കമ്പയർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇത്തരം സിമിലർലി, ലൈക്ക്, ലൈക്ക് വൈസ്, വേർ ആസ് എന്ന് പറയുന്നത്. ഇവിടെ കമ്പയർ ചെയ്യുന്ന പറയുന്നത് ഈ ഒരു ഭാഗത്തിന് കമ്പയർ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ആ തരത്തിലല്ല കമ്പയർ ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഡിഗ്രി വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ, അല്ലെങ്കിൽ സിമിലർലി, ലൈക്ക്, ലൈക്ക് വൈസ്, എങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യുന്നത്. ഷീ എൻജോയ്സ് റീഡിങ്. അവള് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സിമിലർലി ഹർ ബ്രദർ ലവ്സ് ബുക്ക് ആസ് വെൽ. ഇവിടെ ബി എന്ന് പറയുന്ന ബ്രദറിന്റെ കാര്യമല്ലേ, ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് സിസ്റ്ററുമായിട്ടാണ് അല്ലെ, അവളുമായിട്ടാണ് അത് കമ്പയർ ചെയ്യുന്നത്. അവൾ ഒരു ഡിഗ്രി ആക്കിയിട്ട് വെച്ചുകൊണ്ടാണ് അവളുടെ ബ്രദറിനെ കമ്പയർ ചെയ്യുന്നത്. ഇതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സിമിലർലി, ലൈക്ക്, ലൈക്ക് വൈസ്, വേർ ആസ് എന്നൊക്കെ പറയുന്ന കൊഹീസീവ് ഡിവൈസുകൾ. ഇതാണ് നമ്മുടെ 7 ടൈപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം നമുക്ക് ഈ ഒരു സെന്റൻസ് വായിക്കുന്ന സമയത്ത് ഇത് കാരണം കാണിച്ചുകൊണ്ടാണോ, പർപ്പസ് കാണിച്ചുകൊണ്ടാണോ, ഇത് എന്തെങ്കിലും കോൺട്രാസ്റ്റ് ആണോ? കോൺട്രാസ്റ്റ് എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്, ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുത്തെ യൂസ് ചെയ്യുക. ഏകദേശം നമുക്കത് മനസ്സിലാവും. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 2022 മാർച്ചിൽ നമ്മളോട് ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കൊഹീസീവ് ഡിവൈസ് ഫ്രം ദ വൺസ് ഗിവൻ ഇൻ ബ്രാക്കറ്റ്സ്. എ ഭാഗം ഇങ്ങനെയാണ്. അൺഫോർച്ചുനേറ്റ്ലി സ്റ്റീഫൻ വാസ് ഇൽ അറ്റ് ദ ടൈം ഓഫ് ദ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഫോർ വെസ്റ്റ്മിനിസ്റ്റർ ഡാഷ് ഹി അറ്റൻഡഡ് ദ ലോക്കൽ സെയിന്റ് ആൽബൻ സ്കൂൾ. അല്ലെ, അദ്ദേഹത്തിന് അസുഖമാണെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഡാഷ് ഹി അറ്റൻഡഡ് ദ ലോക്കൽ സെയിന്റ് ആൽബൻ സ്കൂൾ. ഈ അതർവൈസ് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലാത്ത പക്ഷം എന്നുള്ളതാണ്. അതെന്തായാലും വരില്ല. Therefore, on the contrary. ഓൺ ദ കോൺട്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, അതിൽ നിന്ന് കംപ്ലീറ്റ്ലി വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് അസുഖമായി, അതുകൊണ്ട് തന്നെ സെയിന്റ് ആൽബൻ സ്കൂൾ പഠിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്നുള്ളൊരു അർത്ഥമാണ് വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യണം? therefore ആണ് യൂസ് ചെയ്യേണ്ടത്. therefore ഇതിന്റെ കോൺസിക്വൻസ് അല്ലെങ്കിൽ ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് കാണിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ therefore യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ബി ഭാഗം നോക്കിക്കോ. Desktop computers are cheaper and more reliable than laptops. Dash they last longer. ഇവിടെ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, സ്റ്റേറ്റ്മെന്റ് നമ്പർ എ പറഞ്ഞു, അതിനോട് കൂട്ടിച്ചേർക്കാനാണ് നമുക്ക് ആക്ച്വലി വേണ്ടത്. ബി എന്ന് പറയുന്ന ദേ ലാസ്റ്റ് ലോങ്ങർ അല്ലെ, കമ്പ്യൂട്ടേഴ്സ് വളരെ ചീപ്പർ ആണ്, റിലയബിൾ ആണെന്ന് പറയുന്നു. അതിന്റെ കൂട്ടത്തിൽ ബി എന്ന് പറഞ്ഞ ഭാഗം, അല്ലെങ്കിൽ അവർ ലാസ്റ്റ് ലോങ് ചെയ്യും, കമ്പ്യൂട്ടേഴ്സ് ലാസ്റ്റ് ലോങ് ചെയ്യുന്നു പറയാനാണ് നമുക്ക് വേണ്ടത്. ഇവിടെ വേറാസ് എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല, അത് നമുക്ക് കുറച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫർദർ മോർ എന്ന് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓൾട്ടർനേറ്റീവ് എന്ന് വെച്ചാൽ അത് സമാന്തരമായി നടക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അതുപോലെ ഓൾട്ടർനേറ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ അതിന് സമാന്തരമായി എന്നൊക്കെ അർത്ഥത്തിലാണ്. അപ്പൊ അതെന്തായാലും വരില്ല. ഫർദർ മോർ എന്ന് പറയുന്നത് അഡീഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിരുന്നു, നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഫർദർ മോർ എന്ന് പറയുന്നത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? ഫർദർ മോർ ആയിരിക്കും വരിക. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കി, 2020 മാർച്ചിൽ വന്നിട്ടുള്ളതാണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദോസ് ഗിവൻ ഇൻ ബ്രാക്കറ്റ്സ് ബട്ട് മോർ ഓവർ ഓൾട്ടോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഡാഷ് ഹോക്കിംഗ് ജോയിന്റ് യൂണിവേഴ്സിറ്റി കോളേജ്, ഹിസ് ഫാദേഴ്സ് കോളേജ്, ഹി വാസ് ലോൺലി ആൻഡ് ബോർഡ്. ഇവിടെ ഡാഷ് എന്താണ്, നമുക്ക് എ ഭാഗം എങ്ങനെ ഫിൽ ചെയ്യാം? ബട്ട് വരുമോ? ബട്ട് നമുക്ക് ഇവിടെ കോൺട്രാസ്റ്റ് ആണ് കാണിക്കേണ്ടത്. എന്നിരുന്നാലും എന്നുള്ള ഒരു അർത്ഥത്തിലാണ് കാണിക്കേണ്ടത്. അതിന് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? ബട്ടും യൂസ് ചെയ്യാം, ഓൾട്ടോ യൂസ് ചെയ്യാം. കോൺട്രാസ്റ്റ് ആണ് രണ്ടും കാണിക്കുന്നത്. പക്ഷെ നമ്മളൊരു പാരഗ്രാഫിന്റെ തുടക്കത്തിൽ ഒരിക്കലും നമ്മൾ ബട്ട് യൂസ് ചെയ്യില്ല. അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അവിടെ നമുക്ക് ഓൾട്ടോ യൂസ് ചെയ്യാം. ഓൾട്ടോ യൂസ് ചെയ്യാം. ഓക്കെ. ഹി വാസ് ലോൺലി ആൻഡ് ബോർഡ്. ഡാഷ് ഹാഫ് വേ ത്രൂ ഹിസ് സെക്കൻഡ് ഇയർ ഹി ബിഗാൻ എൻജോയിങ് ഓക്സ്ഫോർഡ്. ഇവിടെ പറയുന്നത് എന്താ? പുള്ളിക്കാരൻ അച്ഛന്റെ കോളേജ് ജോയിൻ ചെയ്തിരുന്നാലും പുള്ളിക്കാരൻ ലോൺലി ആയിരുന്നു, ഒറ്റക്കായിരുന്നു എന്നാ പറയുന്നത്. അവിടെ നമ്മൾ കോൺട്രാസ്റ്റ് കാണിച്ചു. ഇനിയും കോൺട്രാസ്റ്റ് കാണിക്കേണ്ടത്. ഡാഷ് ഹാഫ് വേ ത്രൂ, എന്നിരുന്നാലും ഹാഫ് വേ ത്രൂ ഹിസ് സെക്കൻഡ് ഇയർ ആയപ്പോൾ പുള്ളിക്കാരൻ റെഡി ആയെന്നാ പറയുന്നത്. അയാൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി എന്നാ പറയുന്നത്. ഇവിടെയും കോൺട്രാസ്റ്റ് കാണിക്കേണ്ടത്. മോർ ഓവർ ശരിക്കും പറഞ്ഞാൽ അഡീഷനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് യൂസ് ചെയ്യാം? നമുക്ക് ഇവിടെ ബട്ട് യൂസ് ചെയ്യാം. കാരണം ഇത് സെന്റൻസിന്റെ തുടക്കത്തിലാണ്, പക്ഷേ പാരഗ്രാഫിന്റെ തുടക്കത്തിലല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ രണ്ടാമത്തേൽ നമുക്ക് ബട്ട് യൂസ് ചെയ്യാം. ഇനി അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ. ഫിൽ ഇൻ ദ ഫോളോയിങ് സെന്റൻസ് ചൂസിങ് ദ റൈറ്റ് വേർഡ് ഗിവൻ ഇൻ ദ ബോക്സ്. മോർ ഓവർ തന്നിട്ടുണ്ട്, ഹൗ എവർ തന്നിട്ടുണ്ട്, ഇൻ അഡീഷൻ ടു തന്നിട്ടുണ്ട്. സൈക്ലിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. ഡാഷ് ഇറ്റ് ഹെൽപ്സ് യു ടു സേവ് മണി. അല്ലേ, ഇവിടെ നമുക്ക് ആക്ച്വലി ഇത് കോൺട്രാസ്റ്റ് ആണ്, ഹൗ എവർ കോൺട്രാസ്റ്റ് ആണ്, മോർ ഓവർ അഡീഷൻ ആണ്, ഇൻ അഡീഷൻ ടു അഡീഷൻ ആണ്. പക്ഷെ ഇൻ അഡീഷൻ ടു ദാറ്റ് എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. ഇവിടെ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മോർ ഓവർ ആണ് അല്ലെ. സൈക്ലിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. ഇൻ അഡീഷൻ ടു ഇറ്റ്
എന്ന് നമ്മൾ പറയില്ലല്ലോ, അത് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ലേ. ഇൻ അഡീഷൻ ടു ദാറ്റ് ഇറ്റ് ഹെൽപ്സ് എന്നായിരിക്കും. അവിടെ ഒരു ദാറ്റിന്റെ കുറവുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം? മോർ ഓവർ യൂസ് ചെയ്യാം. മോർ ഓവർ യൂസ് ചെയ്യാം. ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കിയോ. ദ പ്രൈസ് ഓഫ് പെട്രോൾ ഹാസ് ഗോൺ അപ്പ് കൺസിഡറബിളി ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഡാഷ് ദ സെയിൽസ് ഓഫ് ദ കാർസ് ഹാസ് നോട്ട് സീൻ എനി ഡിക്രീസ്. ഇവിടെ കോൺട്രാസ്റ്റ് ആണ് കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? ഹൗ എവർ, എന്നിരുന്നാലും എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ കൊഹീസീവ് ഡിവൈസുകളെ വേണ്ട രീതിയിൽ പ്ലേസ് ചെയ്യുന്നത്. നമ്മൾ റിപ്പോർട്ടർ സ്പീച്ച് എഴുതുന്ന പോലെയോ എഡിറ്റിംഗ് എഴുതുന്ന പോലെയോ നമുക്ക് തിരുത്തി എഴുതാനോ മാറ്റി എഴുതാനോ ഒന്നും ഇല്ല. ജസ്റ്റ് ആ വേർഡ്സ് പിക്ക് ഔട്ട് ചെയ്യുക, കൊണ്ട് തള്ളുക, അത്രയേ ഉള്ളൂ. സോ ഇന്ന് നിങ്ങൾ കൊഹീസീവ് ഡിവൈസ് നിങ്ങളുടെ ആ ഒരു പേടിയുടെ ലിസ്റ്റിൽ നിങ്ങൾ എടുത്ത് ഒഴിവാക്കിയിടണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. താങ്ക് യു.